ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേൻ്റെ 38ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു ബാർട്ടറിങ് സെഷനാണ് തയ്യാറാക്കാൻ പോണത്. ഇത് തയ്യാറാക്കുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ബൂട്ടിനിടാനുള്ള ഒരു അഞ്ചാനും കൂടി നമുക്ക് കിട്ടും. നമുക്ക് സോൾ സ്പീഡ് ബുക്കും കൂടി നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് നെതർ കൂടി നല്ല സുഖമായിട്ട് ഓടി കളിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് സോൾ സെൻറ്ററിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് സ്പീഡിൽ ഓടി കളിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോഡ്സും അതുപോലെ തന്നെ ഒബ്സിഡിയനും കിട്ടും. കോഡ്സ് കിട്ടിയാൽ നമുക്ക് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റെഡ് സ്റ്റോണിൻ്റെ സംഭവങ്ങൾക്ക് എന്തെങ്കിലും കോഡ്സ് നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലെതറും ഇതിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായി കാര്യങ്ങൾക്ക്. അപ്പോൾ ഫാമിൻ്റെ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സർക്കിൾ ബോക്സ് ഒന്ന് ക്ലീൻ ആക്കി വെക്കട്ടെ. സർക്കിൾ ബോക്സും അതുപോലെ തന്നെ നമ്മൾ ഇൻവെർട്ടർ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് കളക്ട് ചെയ്യാം. ഫസ്റ്റ് ടൈമായിട്ട് നമുക്ക് ബിൽഡിംഗ് ബ്ലോക്ക് കുറച്ച് വേണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രിക്ക് തന്നെയാണ് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ചധികം നമുക്ക് ബ്രിക്ക് കൈക്കെടുക്കാം. ഒരു 3 സ്റ്റാക്കോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്റ്റാക്കോളം നമുക്ക് ചെസ്റ്റും അതുപോലെ തന്നെ 2 സ്റ്റാക്കോളം നമുക്ക് ഹോപ്പറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വുഡ് നമുക്ക് അതിൽ തന്നെ കളക്ട് ചെയ്ത് വെക്കാം. അതായത് നമ്മൾ കുറച്ച് നേരം നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം കുറച്ചധികം തന്നെ വുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വുഡ് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഈ വുഡൊക്കെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് ചെസ്റ്റാക്കി മാറ്റാം. നമുക്ക് കുറച്ചധികം ചെസ്റ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. നമുക്ക് ചെസ്റ്റ് വെച്ചിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ വേണ്ടത്ര ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 4 സ്റ്റാക്കിൻ്റെ മേലെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ധാരാളം മതിയാവും. ഇനി നമുക്ക് ഇതിന് കുറച്ച് ചെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഹോപ്പറാക്കി മാറ്റാം. നമുക്ക് 110ഓളം ഹോപ്പറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേണ്ടത്ര ഹോപ്പർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് സീഡാണ്. എന്തായാലും നമ്മളെ പെട്ടിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു റെഡ് സ്റ്റോണിൻ്റെ ആവശ്യം വരുന്നുണ്ട്. നമുക്കൊരു റെഡ് സ്റ്റോൺ ഇതിൽ എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് റെഡ് സ്റ്റോൺ ഡസ്റ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് സെറ്റാക്കി വെക്കണം. ഇനി നമുക്ക് റെഡ് സ്റ്റോൺ ടോർച്ച്, റിപ്പീറ്റർ, ബട്ടന്, അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസ് കുറച്ച് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് കളക്ട് ചെയ്ത് വെക്കട്ടെ. അതതിനെ സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് ആവശ്യമുള്ളത് പാക്ക്ഡ് ഐസ് ആണ്. അപ്പോൾ നമുക്ക് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ 4000 ബ്ലോക്ക് പറന്ന് വന്നതിന് ശേഷം നമുക്കൊരു ഐസ് ബാഗും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് പാക്ക്ഡ് ഐസ് ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം. ഐസ് നമുക്ക് വേറെയും ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് കുറച്ച് തന്നെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഇവിടെ പിന്നെ കുറച്ച് തന്നെ കാണാനുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്നത് എന്തായാലും കളക്ട് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു സ്റ്റാക്കോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ സാധാ ഐസ് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് തന്നെ മതി. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അയ്യോ, വെലേറ്റർ ബ്രേക്കായി. കറക്റ്റിന് ML ചെയ്തുകൊണ്ട് ഭാഗ്യത്തിന് മരിച്ചിട്ടില്ല. ഇനി ഇവിടുന്ന് ഏകദേശം 2000 ബ്ലോക്ക് അത്രേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 2000 ബ്ലോക്കോളം നമുക്ക് നടക്കേണ്ടി വരും. നമ്മളങ്ങനെ നൈറ്റ് ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി കഴിഞ്ഞിട്ട് വരാം. എന്തായാലും നൈറ്റ് ആയിട്ടുണ്ട്. അപ്പം മോബൊക്കെ പുറത്തിറങ്ങും. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കമ്പാരറ്ററാണ്, അതും വേണം. പിന്നെ നമുക്ക് കുറച്ച് സ്ലാബും വേണം. അതുപോലെ തന്നെ സ്കാഫോൾഡിങ് നമുക്ക് കുറച്ച് വേണം. അപ്പോൾ ഒന്ന് കളക്ട് ചെയ്യട്ടെ. അങ്ങനെ അതും 3 നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്, അതുപോലെ തന്നെ സ്റ്റിക്കി പിസ്റ്റന്, ഡ്രോപ്പർ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതും നമുക്ക് കുറച്ച് കളക്ട് ചെയ്യട്ടെ. ഇനി നമുക്ക് കുറച്ച് ആവശ്യമുള്ളത് റെയിലാണ്. നമുക്ക് കുറച്ച് പവർ റെയിലും അതുപോലെ തന്നെ സാധാ റെയിലും നമുക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് ഹണി ബ്ലോക്കിൻ്റെ ആവശ്യം വരുന്നുണ്ട്. എടേ, എന്താ 2 മടി അതിൻ്റെ മേലെ താഴത്തേക്കിറങ്ങടേ. ബമ്മാരത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നല്ല മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്. തവളക്കുട്ടികളൊക്കെ വിരിഞ്ഞിറങ്ങിയിരിക്കുന്നു തോന്നുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ആരും കാണാനില്ല. ഹണി ബ്ലോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോട്ടിൽ കൊണ്ടുവരാൻ മറന്നത്. എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് നിന്ന് ഒരെണ്ണം എടുത്തിട്ട് പോവാം. ഇനി നമുക്കൊരു നോട്ട് ബ്ലോക്കും അതുപോലെ തന്നെ 3 ഒബ്സർവറും ക്രാഫ്റ്റ് ചെയ്യണം. നമ്മളൊരു 5 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടിയിൽ കൊണ്ടുപോയി വെക്കാം. ഇവന്മാർ പിന്നെ എത്തിയിട്ടുണ്ടല്ലോ. ഇവന്മാർ പിന്നെ അവിടെ നോക്കിയിരിക്കണുള്ളൂ. ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യണില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യുന്ന കണ്ട് എന്തെങ്കിലും മുണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. നമ്മളെ ലൈറ്റർ ഒന്ന് മെൻഡായിക്കോളും. ഇവന്മാരൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ. നമുക്കൊരു ബോട്ടിലും കിട്ടി. അതുപോലെ തന്നെ നമ്മളെ എലൈറ്റർ ഒന്ന് മെൻഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് ഒന്ന് കളക്ട് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് കുറച്ച് നെതറാക്ക് എടുക്കണം. നമുക്കൊരു 4-5 സ്റ്റാക്കോളം നമുക്ക് എടുക്കാം. 4 സ്റ്റാക്കിന് ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. ഇനി നമുക്ക് കുറച്ച് വാൾസ് ക്രാഫ്റ്റ് ചെയ്യാം. നമുക്ക് പിൽസിനെ ഒന്ന് ട്രാപ്പ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ലെവറിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള ലെവർ തന്നെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈൻ ഗാട്ടും അതുപോലെ തന്നെ ഡിസ്പെൻസറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ അത് രണ്ടും നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുറച്ച് ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതും കൂടി നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാർബഡ് ബൺകിൻ്റെ ആവശ്യം വരുന്നുണ്ട്. നമുക്ക് പിഗ്ലിൻസിനെ ഡീസ്പോൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഏരിയക്കകത്ത് കുറച്ച് നിൽക്കുന്നുണ്ട്. നമുക്കതൊന്ന് കളക്ട് ചെയ്യാം. ആ ഭാഗത്ത് നമുക്ക് 7 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്പ്ലേസ് ബൈ ഉണ്ട്. നമുക്ക് ഈ ഭാഗത്തൊക്കെ കുറച്ച് സ്പോൺ ആവുന്നുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കളക്ട് ചെയ്യാം. നമുക്കൊരു 20-25 ആവശ്യം വരുന്നുള്ളൂ. അതങ്ങനെ 32 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഫാമിനുള്ള ഐറ്റംസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഐറ്റംസാണ് ആവശ്യം വെയിറ്റ് വരുന്നത്.
ഇനി നമുക്ക് ഒരു സാധനത്തിന് ആവശ്യം വരുന്നുണ്ട്, നമുക്ക് ടേർട്ടലിൻ്റെ എഗ്ഗിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കളക്ട് ചെയ്തിട്ട് വരാം. നമുക്കങ്ങനെ ആമനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം കുറച്ചധികം ബ്ലോക്ക് പോകുന്നു ഇവിടുന്ന്. അപ്പോഴാണ് നമുക്ക് ഇവന്മാരെ കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് സീഗ്രാസ് നമുക്ക് കളക്ട് ചെയ്തിട്ട് വരാം. ഇതൊരു കടൽ തന്നെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് അടിയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് വരാം. നമ്മളതിനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാർക്ക് ഇതൊക്കെ ഒന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. നമുക്ക് ഇപ്രാവശ്യം കുറച്ചധികം തന്നെ മുട്ടെടുത്തിട്ട് കൊണ്ടുപോവാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യം വരുമ്പോൾ നമുക്ക് പിന്നെയും വരേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ചധികം തന്നെ മുട്ടെടുത്തിട്ട് കൊണ്ടുപോവാം. ഇവന്മാർ ഇവിടെ മുട്ടിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് എത്ര മുട്ട ഉണ്ടെന്ന് പോയി നോക്കാം. ചിലപ്പോൾ നമുക്ക് 4 മുട്ട ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് 1 മുട്ട ഉണ്ടാവും. എന്തായാലും ഇവന്മാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് 2 എണ്ണം ഉണ്ട്. നമുക്ക് എന്തായാലും അത് കളക്ട് ചെയ്യാം. അല്ല, നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കളക്ട് ചെയ്ത് വെക്കാം. ഇനി ബാക്കിയുള്ള ഒരുമാടി മുട്ട ഇട്ട് വെക്കട്ടെ. ഇതുകൊണ്ട് ഒരു ക്രീപ്പറോട് നോക്കി നിൽക്കുന്നുണ്ട്. ലൈറ്റായിട്ടുണ്ട്. സോംബീസൊക്കെ വന്നാൽ ഇവന്മാർ മുട്ട പൊട്ടിക്കും അതിമ്മ കയറി നിന്ന് കണ്ട്. അതിന് മുന്നേ നമുക്ക് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. ഇവിടെ അടുത്തൊരു വില്ലേജ് ഞാൻ കണ്ടിരുന്നു. നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു വില്ലേജ് ഉണ്ട്. നമുക്ക് ഇവിടെ പോയിട്ട് പെട്ടെന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. നമ്മളെ വില്ലേജിൻ്റെ അടുത്തായിട്ട് 2 ആമകൾ നിൽക്കുന്നുണ്ട്. ഇവന്മാരൊന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കട്ടെ. അങ്ങനെ ഇവനും മുട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് 4 മുട്ട ഉണ്ട്. നമുക്കിതൊന്ന് കളക്ട് ചെയ്യാം. നമ്മൾ ആദ്യം ബ്രീഡ് ചെയ്യിപ്പിച്ച സ്ഥലത്ത് തന്നെ പോയി നോക്കാം. ഇവിടെ ആരെങ്കിലും മുട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാം. ഈ ഭാഗത്ത് വേറെ ആരും കാണാനൊന്നുമില്ല. ഇവിടെ ഇത് 2 മുട്ടിട്ട് വെച്ചിട്ടുണ്ട്. 3 എണ്ണം ഉണ്ട്. നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് ഒപ്പിക്കട്ടെ പെട്ടെന്ന്. എനിക്കൊരു സംശയമുണ്ട്, ഇതിൻ്റെ മേലെ വെറുതെ നിന്നാൽ ഇത് പൊട്ടുമോ അതോ ചാടണോ നമ്മൾ ഇതിൻ്റെ മേലെ? സംശയം ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ ചാടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മേലെ വെറുതെ നിന്ന് കൊടുത്താൽ മതി. അതെന്തായാലും പൊട്ടിപ്പോകുന്നുണ്ട്. ഇത് ഞാൻ ചോദിക്കാൻ കാരണം പിഗ്ലിൻസൊക്കെ ഇതിൻ്റെ മേലെ കയറിയാണ്ട് ചാടുമ്പോഴാണ് മുട്ട പൊട്ടൽ. അതുകൊണ്ടാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമുക്ക് വേണ്ട ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് 10 മുട്ട ഇതിൽ വെക്കണ്ട, ഒരു 5 എണ്ണം നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നെതർക്ക് പോവാം. ഇനി നമുക്ക് നമ്മുടെ ഷൾക്കർ ബോക്സ് ഈ ഒരു ഏരിയയിലായിട്ട് വെക്കാം. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈലാപ്സ് വെക്കാം. അപ്പം നിങ്ങളത് കണ്ടിട്ട് വാ.
അങ്ങനെ നമ്മളെ ഫാമിൻ്റെ പണി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് നേരം നിന്ന് ആവശ്യത്തിനുള്ള ഗോൾഡ് ഒപ്പിച്ചിട്ടുണ്ട് ഇവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഏരിയയിൽ ഞാൻ കുറച്ച് നേരം ഇന്ന് ഇവന്മാർക്ക് ട്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ള ഗോൾഡ് കൂടി ഇവനക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഇത്രയും ഗോൾഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊരു 3-4 മണിക്കൂർ നമ്മൾ AFK നിന്നിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഇത്രയും തോന്നെ ഗോൾഡ് കിട്ടിയത്. ഇനി നമുക്ക് കിട്ടിയ ഗോൾഡൊക്കെ നമുക്ക് ഈ പെട്ടിയിലാക്കി കൊടുക്കാം. ഈ 3 പെട്ടിയിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മളെ ഈ ഫാമിൻ്റെ അകത്ത് 22ഓളം പിഗ്ലിൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഗോൾഡൊക്കെ തീരുന്നതാണ്. ഇനി നമുക്ക് ഈ ബട്ടൺ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇവന്മാർക്ക് ഗോൾഡ് കിട്ടി തുടങ്ങും. ഇവന്മാരവിടെ നിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഗോൾഡൊക്കെ. നമ്മൾ ഐറ്റംസ് ഇതാ വരുന്നത്. എല്ലാ ഐറ്റംസും കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാത്തിനും ഓരോ പെട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫയർ ചാർജ്, ഇതിൽ അയണ്, അതുപോലെ എല്ലാ പെട്ടിയിലും ഇങ്ങനെ നമ്മൾ ഓരോന്നാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അവസാന ഭാഗത്തെ 4 പെട്ടി നമ്മൾ ഒന്നും വെച്ചിട്ടില്ല. ഇതിൽ നമുക്ക് ബാക്കി വരുന്ന എല്ലാ ചവറും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിരിക്കുന്നുണ്ട്. ബുക്കും അതുപോലെ തന്നെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഈ ലാസ്റ്റത്തെ പെട്ടിയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സോൾ സ്പീഡ് 3 ഇതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ഫയർ റെസിസ്റ്റൻറ്റ് പോഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ലാവിലൊക്കെ പോകുമ്പോൾ ഒന്നുകൂടി നെതറിലൊക്കെ പോകുമ്പോൾ ഇതൊന്ന് യൂസ് ചെയ്തിട്ട് പോവാം. നമ്മൾ സ്റ്റോറേജ് സെറ്റാക്കിയിട്ടുള്ളത് ഇതിൽ അയണുണ്ട്, അതുപോലെ തന്നെ സോൾ സാൻഡ്, ബ്ലാക്ക് സ്റ്റോണ്. പിന്നെ അടുത്ത പെട്ടിയിൽ ഇതിലേക്ക് തോന്നുന്നു എന്തെങ്കിലും കുറച്ച് കിട്ടുന്ന സംഭവങ്ങളാവും, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഇതിലതുപോലെ തന്നെ ഇതിൽ പിന്നെ ഒബ്സീഡിയൻ ഉണ്ട്, ഗ്രാവല്, പിന്നെ സ്ട്രിങ് കോഡ്സ്, പിന്നെ ഇത് ക്രൈം ഒബ്സീഡിയനാണ്. ഇതെന്തോ ഒരു ചെറിയ ബഗ് പറ്റിയാണ്. പിന്നെ നമ്മൾ ആരോ ഇതിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് തോന്നുന്നു ആപ്പികാസ്റ്റ് ആണുള്ളത്, അതുകൊണ്ട് കുറച്ച് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഫുള്ള് കംപ്ലീറ്റ് ആവാത്തത്. പിന്നെ ബാക്കി ഐറ്റംസ് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കൊടുത്ത ഗോൾഡ് ഒന്ന് കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതെന്തായാലും പെട്ടെന്ന് തന്നെ കഴിയും. അങ്ങനെ നമ്മൾ കൊടുത്ത ഗോൾഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെവറൊന്ന് അമർത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് എത്ര ഐറ്റംസ് കിട്ടിയെന്ന് നോക്കാം. നമുക്ക് ഫയർ ചാർജ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അയണിൻ്റെ നെഗറ്റ്സ് കുറച്ച് അധികം കിട്ടിയിട്ടുണ്ട്. ലെതറും കിട്ടിയിട്ടുണ്ട്. പിന്നെ നെതർ ബ്രിക്ക് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രാവൽ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം തന്നെ ഗ്രാവലുണ്ട്. പിന്നെ ഇതിൽ ഗാസ്റ്റാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് അത് ഇപ്പോഴും ഫുള്ളായിട്ടുണ്ടാവില്ല. പിന്നെ നമുക്ക് ആരോ നടത്താൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രൈം ഒബ്സീഡിയനും കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കാണിക്കണില്ല നല്ല പോലെ, എന്തോ ഒരു ഇഷ്യൂ പറ്റിയിട്ടുണ്ട്. പിന്നെ കോഡ്സും കിട്ടിയിട്ടുണ്ട്, സ്ട്രിങ് കുറച്ച് കിട്ടിയിട്ടുണ്ട്, ഗ്രാവൽ ഈ പെട്ടിയിലുണ്ട്. പിന്നെ ഒബ്സീഡിയൻ നമുക്ക് എന്തായാലും ആവശ്യം വരും. നമുക്ക് ഇത്രയും ഐറ്റംസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സോൾ സാൻഡും കുറച്ചധികം തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ പിന്നെ എല്ലാ ഐറ്റംസും വന്നിരിക്കുന്നുണ്ട്. ഇതന്നെ ക്ലിയർ ആക്കിയിട്ടില്ല. ഈ ബാക്കിയുള്ള പെട്ടികളിലൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും വന്നിരിക്കും ഇവന്മാർ തരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. നമുക്ക് ഇത് കുറച്ച് എഫിഷ്യൻസി കൂടുതലാണ്. നമുക്ക് അതിനനുസരിച്ചുള്ള ഗോൾഡ് കിട്ടണില്ല. എന്നാലും നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും ആവശ്യം വരും. അപ്പോൾ നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.